ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് തീപ്പെട്ടി വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാനിതുപോലെ 3-4 തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് കളർ പേപ്പർ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മളൊരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റായിട്ട് അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് വെച്ച് തന്നെ എടുക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ഓറഞ്ച് കളറാണ്. നേരിട്ട് കാണുമ്പോൾ ഇത്തിരിയും കൂടി നല്ല കളറുണ്ട്, പക്ഷേ ആ ലൈറ്റിൻ്റെ ഒരു ഇത് വന്നിട്ടാണ് അത്ര കളറില്ലാത്തത്. അപ്പോൾ ഞാനിത് 4 എണ്ണവും ഇതേപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പിൽ വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ പശ തീരാറായിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ കയ്യുമേയൊക്കെ തേച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം, എന്തിലും നല്ല കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഊരിപ്പോരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രം മറ്റുള്ളതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു സർക്കിൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1 രൂപയുടെ കോയിൻ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിലും ഇതിലും കൂടി ചെറുതായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു വട്ടം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു ബട്ടൺസിൻ്റെയൊക്കെ ആ ഒരു അടയാളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതേപോലെ 2-3 എണ്ണം ചെയ്തിട്ടുണ്ട്, 4 എണ്ണം ചെയ്തിട്ടുണ്ട്. 4 എണ്ണത്തിനും പിന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഇതേപോലെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ 4 എണ്ണത്തിൻ്റെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കവറില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സീക്വൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും കയ്യിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഈർക്കിലികളാണ് എടുത്തിട്ടുള്ളത്. ചൂലിൻ്റെയൊക്കെ ഈർക്കിലില്ലേ, അതെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കളറിലെ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്കും ഈ ഒരു ഓറഞ്ചും കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലൂ കളറിലെ പേപ്പറാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിലാണ് ഇത്രയും കൂടി ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. വൈറ്റ് അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ മജന്ത കളറ്, മഞ്ഞ, അതൊക്കെ ബ്ലൂവിൻ്റെ കൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എന്തായാലും ഈ ഓറഞ്ചിൻ്റെ കളറ് കൂടെ ബ്ലാക്ക് ആയിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ എടുക്കാം. അപ്പോൾ നന്നായിട്ട് അങ്ങനെ പോരില്ലാത്തതുകൊണ്ട് ഞാനൊരു കത്രിക വെച്ചിട്ട് ഇതേപോലെ ചെറിയ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരേ സൈസിന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൈസിനായിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ കുറച്ച് ഇങ്ങനെ പീസാക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിന് ഒട്ടിച്ച് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കാണണം. നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നല്ലതായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ബിഗ് ഹായ്. ഇനി നമുക്ക് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. 4 എണ്ണത്തിലും ഇതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറിയ എന്തെങ്കിലും ഒരു കോലെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചന്ദനത്തിരിയുടെയൊക്കെ ആ ഒരു കോലില്ലേ, അത് വെച്ചിട്ടായാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈർക്കിലിയാണ് എടുത്തിട്ടുള്ളൂ. ഞാൻ ആദ്യം ഉദ്ദേശിച്ച ചന്ദനത്തിരിയുടെ കോലെടുക്കാമെന്നാണ് വിചാരിച്ചത്. ആ ബാക്കി കത്തിയിട്ട് ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. ആകെ കുറച്ച് ഇതിന് ആവശ്യം വരുള്ളൂ. ഇതേപോലെ ഇതിപ്പോൾ 4 ചന്ദനത്തിരിയുടെയും 4 തീപ്പെട്ടിയുടെ വെച്ച പോലെ തന്നെ നിങ്ങൾക്ക് 5-6 എണ്ണം ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു 4x4 വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 2x2 എടുത്തിരിക്കുന്നത്. അതേപോലെ 4x4, 3x3 ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ സെയിം ഓർഡറിലാക്കി ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒട്ടി വരാനായിട്ട് ഇത്തിരി ടൈം എടുക്കും. 4 എണ്ണത്തിലും ഇതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഉണങ്ങി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ നടുക്കൊക്കെ എല്ലാം ഒട്ടിച്ചൊടിച്ച് വരുമ്പോൾ ബാക്കി കുറച്ചൊക്കെ വരുമ്പോൾ ഇതുപോലെ കുറച്ച് പ്രയാസം ഉണ്ടാവും ഒട്ടാനായിട്ടില്ല, നമുക്ക് അതിനിടയിലേക്ക് വെക്കാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യാം. നല്ല ഷേപ്പിനൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല കളർ വരുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. പിന്നെ ഞാൻ ഇതേപോലെ കുറച്ച് നമ്മുടെ 2 സൈഡ് ടേപ്പ് വെച്ചിട്ട് ചുറ്റിനൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു 2 സൈഡ് ടേപ്പ് കൊണ്ട് ഒട്ടും, എന്നാലും നമുക്ക് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി 4 എണ്ണത്തിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞു പോരില്ല, ഒരെണ്ണത്തൊന്ന് പറഞ്ഞു പോന്നാലും ബാക്കിയൊക്കെ ഇങ്ങനെ ഇരുന്നോളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ചുമരമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. നല്ല ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കിയിട്ട് ആ ഒരു കളർ പേപ്പറൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ വൈറ്റ് കളറിലെ ബാക്ക്ഗ്രൗണ്ടാണ് വരാം, എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ എടുക്കണം. താങ്ക് യു.